ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയുടെ നടുക്ക് എന്താണ് ഇരിക്കുന്നത്? നല്ല മനോഹരമായിട്ടുള്ളൊരു ശംഖുപുഷ്പം കൊണ്ടുള്ള ദോശയും ഇഡ്ഡലിയുമാണ് ഇന്നത്തെ റെസിപ്പിയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് 2 ചട്നി കൂടി ഉണ്ടാക്കണം. അപ്പോൾ ചട്നിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യത്തെ ചട്നി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചുട്ടരച്ചതാണ്. ഇതുപോലുള്ള ഒരു അരിപ്പുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ആയി കിട്ടും. അതുപോലെ ഒരു ടൊമാറ്റോ എടുത്ത് അതിൻ്റെ 2-3 സൈഡ് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതും പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. വെളുത്തുള്ളിയിലുള്ള കൂടുതൽ കരിഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ടൊമാറ്റോയുടെയും കരിഞ്ഞ തൊലിയൊന്ന് മാറ്റാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടൊമാറ്റോയുടെ കരിഞ്ഞ തൊലിയെല്ലാം മാറ്റി ഒന്ന് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 നെല്ലിക്കയാണിത്. നെല്ലിക്കയും അരിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. നെല്ലിക്ക ഇല്ലെങ്കിൽ അല്പം പുളി ചേർക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അരച്ചെടുക്കാം. ഒരു തേങ്ങാ ചട്നിയും കൂടി, തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും രണ്ടിലും കൂടി അല്പം കടുക് താളിച്ചിട്ടു. ഇനി എങ്ങനെയാണ് ശംഖുപുഷ്പം കൊണ്ടുള്ള ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 5 പൂവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുത്തു. ഇതിൻ്റെ ഈ ഞെട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അതിനൊരു പ്രത്യേക ചൊവ്വയാണ്, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. 1 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച ശേഷം വെള്ളം ഓഫ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പൂ അതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ധാരാളം മെഡിക്കൽ പ്രോപ്പർട്ടീസ് അടങ്ങിയതാണിത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടാൽ അതിൻ്റെ കുറേ ഗുണങ്ങൾ നഷ്ടമാകും. അതുകൊണ്ട് അല്പം തണുത്ത ശേഷം പൂവിട്ടിളക്കിയിട്ട് 20 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ പൂവിൻ്റെ കളറും അതിൻ്റെ ഗുണങ്ങളും എല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാകും. ഇതൊന്ന് അരിച്ചെടുക്കാം. കൂടുതൽ സമയം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബ്ലൂ ടീ. ദോശമാവ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. ഇതിലേക്കാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ടീ ചേർക്കുന്നത്. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് ഇത് ചേർത്തെന്ന് വെച്ചുകൊണ്ട് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒന്നും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഈ ശംഖുപുഷ്പ ചെടിയുടെ ഇലയും പൂവും വേരും എല്ലാം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തിന്റെ വേരിന് മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു വിഷം നിർവീര്യമാക്കാൻ ശക്തിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ടെൻഷൻ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കുമെല്ലാം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇലയും പൂവും വേരുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കുമ്പോൾ ഒരല്പം തേങ്ങ കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഒരാൾക്ക് 4-5 പൂവിട്ട ആ ഒരു ബ്ലൂ ടീ ദിവസവും കുടിക്കാവുന്നതാണ്. കട്ടൻ ചായ കുടിക്കുന്നത് പോലെ ഉന്മേഷം കിട്ടുന്ന ഒരു പാനീയമാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഇഡ്ഡലി കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും പക്ഷെ പലരും ഇതൊക്കെ ചെയ്യാനായിട്ട് മടിയാണ്. മിക്കവാറും വീടുകളുടെ മുമ്പിലും റോഡിൻ്റെ സൈഡിലും ഒക്കെ ശംഖുപുഷ്പം പൂവ് തുലഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല, പറിക്കാറുമില്ല. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി എടുക്കാറായി. നോക്കാം. കാഴ്ചയിൽ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി വല്ലപ്പോഴെങ്കിലും 4-5 ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കറികളിലോ എന്തിലെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതൊരു പ്രത്യേകത, കാണാനും കൂടി നല്ലൊരു ഭംഗിയാണ്. ലൈറ്റ് വയലറ്റ് കളറിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലിയും ദോശയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു പുതുമയായിരിക്കും. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.